ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പോൾ എല്ലാവരും തന്നെ LGS എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി LGS എക്സാമിന് പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന് തൊട്ട് മുമ്പ് ഒന്ന് ഓടിച്ചു നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, താഴെ തന്നിട്ടുള്ള രണ്ട് പ്രസ്താവനകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ത്? ഇപ്പൊ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. അടുത്തത്, ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? നമുക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ് അല്ലെ? അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യമായിട്ട് വിശകലനം നടത്തിയ വ്യക്തി ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജി ആണ്. അപ്പൊ ദാദാഭായ് നവറോജി ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാഭായ് നവറോജി ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ ഒരു ഗ്രന്ഥമുണ്ട്. ഏത് ഗ്രന്ഥമാണ്? ദാദാഭായ് നവറോജിയുടെ ഫേമസ് ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടെ ഫേമസ് ആയ ഗ്രന്ഥമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി. അതുമായിട്ട് ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജിയുടെ തിയറിയാണ് ബ്രെയിൻ ഡ്രെയിൻ തിയറി. അതുപോലെ എന്താണ്? ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, അപ്പൊ ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മൂന്നും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ദാരിദ്ര്യം കണക്കാക്കുമ്പോൾ ദാരിദ്ര്യം എങ്ങനെയാണ്? ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? കലോറിയുടെ ബേസിൽ നമ്മൾ ദാരിദ്ര്യം പറയുവാണെങ്കിൽ ഗ്രാമങ്ങളിൽ എത്ര കലോറി ഊർജം പ്രദാനം ചെയ്യാനുള്ള വരുമാനം ലഭിക്കാത്ത ആളാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ 2400 കലോറി ഊർജം ലഭിക്കാനുള്ള ആ ഒരു വരുമാനം കിട്ടാത്ത ആളെന്താണ്? ഗ്രാമങ്ങളിൽ ദരിദ്രൻ എന്ന് പറയുന്നു. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ എത്ര കലോറിയാണ്? 2100 കലോറി കേട്ടോ. നഗരം 2100, ഗ്രാമം 2400. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കണേ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ? അപ്പൊ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആസൂത്രണ കമ്മീഷനും അതുപോലെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ? അതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? നമ്മുടെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആണ്. അതുപോലെ ലോക ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഹരിത വിപ്ലവം എന്ന ആശയം കൊണ്ടുവന്നത് ഏത് 5 ഇയർ പ്ലാന്റെ സമയത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ 10th പ്രിലിംസ് എല്ലാവരും തന്നെ LGS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അതുപോലെ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയായിരിക്കും അല്ലെ? നല്ല രീതിയിൽ പഠിച്ചാലും മാത്രമേ നമുക്ക് ഈ 10th പ്രിലിംസ് ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 10th പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ ഇത് പിന്തുടർന്ന് പോയാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ 10th പ്രിലിംസിന് വേണ്ടി 45 ഡേയ്സിൽ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയുള്ള ടോപ്പിക്ക് നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ബേസിൽ ഏത് ഭാഗമാണ് ആദ്യം പഠിക്കേണ്ടത്, ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വേണം എപ്പോഴും നമ്മൾ പഠിക്കാൻ. അപ്പൊ നമ്മളിവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈം ടേബിൾ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിന്റെ ബേസിലുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ്. 45 ഡേയ്സിലെ ക്രാഷ് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ
നമുക്ക് ഈ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്, റെക്കോർഡ് ക്ലാസ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ PDF നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ആ ഒരു സമയം അനുസരിച്ച് കേട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എക്സാം കൂടുതൽ എഴുതി നോക്കിയാലേ എക്സാം ഹാളിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാം സിമ്പിളായിട്ട് എഴുതാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാമുകൾ ഞങ്ങൾ എഴുതി നോക്കിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് രീതിയിൽ പഠിക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലേ. അതിനുവേണ്ടി നമുക്കൊരു മെന്റർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ 45 ഡേയ്സ് ക്രാഷ് കോഴ്സിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സാമ്പത്തിക മേഖലകളെ കുറിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് മൺപാത്ര നിർമ്മാണം? ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ സാമ്പത്തിക മേഖല പറയുവാണെങ്കിൽ പ്രാഥമിക മേഖലയുണ്ട്, ദ്വിതീയ മേഖലയുണ്ട്, തൃതീയ മേഖലയുണ്ട് അല്ലെ. അപ്പൊ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ നമ്മൾ തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ എന്താണ്? കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അപ്പൊ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഓക്കെ, അപ്പൊ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മേഖല. ഈ പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു അല്ലെ, കാർഷിക മേഖല. അതുപോലെ തന്നെ ദ്വിതീയ മേഖല എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്ന മേഖല എന്താണ്? ദ്വിതീയ മേഖലയാണ്. അപ്പൊ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണ്, വ്യാവസായിക മേഖല. അതുപോലെ തന്നെ തൃതീയ മേഖല എന്താണ്? സേവന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന മേഖല ഏതാണ്? തൃതീയ മേഖല, സേവന പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പരുത്തി ഏതാണ്? പരുത്തി ഒരു പ്രകൃതി വിഭവമാണ് അല്ലെ. അത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ്. അപ്പോ പരുത്തി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പരുത്തി അത് തുണിയാക്കണമെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകണം? സെക്കൻഡറി സെക്ടറിലേക്ക് പോകണം. ദ്വിതീയ മേഖല വ്യവസായം, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ചെയ്താൽ മാത്രമേ ആ പരുത്തി എന്താവുള്ളൂ, അതൊരു തുണിയാക്കി മാറ്റുള്ളൂ അല്ലെ. എന്നാൽ തുണിയാക്കിയിട്ട് അത് വിൽപ്പന നടത്തണമെങ്കിൽ അത് ഏത് മേഖലയിൽ പോകണം? തൃതീയ മേഖലയിൽ പോകണം, സേവന മേഖലയിൽ പോകണം. അപ്പൊ പറയുവാണെങ്കിൽ പ്രാഥമിക മേഖല എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ദ്വിതീയ മേഖല എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല, വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ തൃതീയ മേഖല എന്താണ്? സേവന പ്രവർത്തനങ്ങൾ എല്ലാം നടക്കുന്ന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നികുതികളെ കുറിച്ച്. അപ്പൊ നമുക്ക് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട് അല്ലെ. പ്രത്യക്ഷ നികുതി എന്താണ്? ആരിലാണോ നികുതി ചുമത്തുന്നത് ആ നികുതി ഭാരം ചുമത്തുന്ന ആള് തന്നെ നികുതി അടയ്ക്കണം. അതാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പരോക്ഷ നികുതി എന്ന് വെച്ചാൽ ഒരാൾ ചുമത്തുന്ന നികുതി ഡിവൈഡ് ചെയ്ത് പോകുന്നു, അതാണ് പരോക്ഷ നികുതി. അപ്പൊ കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST ഇതൊക്കെ ആരാണ്? കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. അപ്പൊ കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST ഒക്കെ ഏതാണ്? നമ്മുടെ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. അതുപോലെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികൾ ഏതൊക്കെയാണ്? ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST ഇതൊക്കെ എന്താണ്? സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി, വസ്തു നികുതി, തൊഴിൽ നികുതി തുടങ്ങിയൊക്കെ ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അല്ലെ. തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. ഓക്കെ, അടുത്ത എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ് ഖാരിഫ് വിള? എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഖാരിഫ് വിള, റാബി വിള, സെയ്ദ് വിള അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഖാരിഫ് വിള എന്ന് നോക്കാം. നമുക്ക് കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കാർഷിക കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഇതാണ് നമ്മുടെ 3 കാർഷിക കാലങ്ങൾ. അപ്പോ വിളയിറക്കൽ കാലം, ഖാരിഫിന്റെ വിളയിറക്കൽ കാലം ജൂണിലാണ് ഖാരിഫ്. മൺസൂണിന്റെ ആരംഭത്തിലാണ് ഖാരിഫ് വിളയിറക്കുന്നത്. അതുപോലെ ഖാരിഫ് വിളവെടുപ്പ് നടക്കുന്നത് നവംബർ ആദ്യ വാരത്തിലാണ്. അപ്പൊ മൺസൂണിന്റെ അവസാനം ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഖാരിഫ് വിളവെടുപ്പ് നടത്തുന്നു. ഏതൊക്കെയാണ് പ്രധാന വിളകൾ? ഖാരിഫ് വിളകൾ പ്രധാനം
നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അപ്പൊ പ്രധാന ഖാരിഫ് വിളകൾ നെല്ല്, ചോളം അല്ലെ? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അപ്പം നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടലയൊക്കെ ഏത് വിളയാണ്? ഖാരിഫ് വിളയാണ്. പിന്നെ അടുത്തത് റാബി വിള അല്ലെ? അപ്പൊ റാബി വിള ഏതാണ്? നവംബർ മധ്യത്തില് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിള ഇറക്കുന്നത്. ശൈത്യകാലം എന്ന് വെച്ചാൽ നവംബർ മധ്യം. അതുപോലെ തന്നെ ഈ വിളവെടുപ്പ് നടത്തുന്നത്, റാബി വിളവെടുപ്പ് നടത്തുന്നത് എപ്പോഴാണ്? മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസം പറയുമ്പോൾ വേനലിന്റെ ആരംഭത്തില് റാബി വിള എന്ത് ചെയ്യുന്നു? വിളവെടുപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രധാന റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്. അപ്പൊ നെല്ല് ഖാരിഫ് വിള, ഗോതമ്പ് എന്ത് വിളയാണ്? റാബി വിളയാണ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അപ്പൊ പ്രധാന റാബി വിളയാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളാണ് പ്രധാന റാബി വിളകൾ. അതുപോലെ പിന്നെ സെയ്ത് വിള അല്ലെ? സെയ്ത് വിള എപ്പോഴാണ് വിള ഇറക്കൽ കാലം? സെയ്ത് വിളയിറക്കൽ കാലം മാർച്ചില് വിള ഇറക്കുന്നു എന്ന് വെച്ചാൽ വേനലിന്റെ ആരംഭത്തില് വിള ഇറക്കുന്നു. അപ്പോൾ സെയ്ത് വിളവെടുപ്പ് നടത്തുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസം പറയുമ്പോൾ മൺസൂണിന്റെ ആരംഭത്തില് എന്ത് ചെയ്യുന്നു? സെയ്ത് വിളവെടുപ്പ് നടത്തുന്നു. അതുപോലെ തന്നെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? സെയ്ത് പ്രധാന വിളകൾ പഴങ്ങൾ, പച്ചക്കറികൾ. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഏത് വിളയാണ്? സെയ്ത് വിളയാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം. ഓക്കെ. പിന്നെ നമുക്ക് ധാതുക്കൾ. നമ്മള് ലോഹധാതുക്കളും ഉണ്ട്, അലോഹധാതുക്കളും ഉണ്ട് അല്ലെ? ധാതുക്കളെ നമ്മള് ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഈ ലോഹധാതുക്കൾ പറയുമ്പോൾ ഇരുമ്പിന്റെ അംശമുള്ളവയുണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്തവയുണ്ട്. അപ്പൊ ലോഹധാതുക്കൾ ഇരുമ്പിന്റെ അംശമുള്ളവ, ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഈ ഇരുമ്പിന്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? ലോഹധാതുക്കളിൽ ഇരുമ്പിന്റെ അംശമുള്ളവയാണ് ഇരുമ്പ്, മാംഗനീസും എന്താണ്? ഇരുമ്പിന്റെ അംശമുള്ളവയാണ്. അതുപോലെ ലോഹധാതുക്കളിൽ ഇരുമ്പിന്റെ അംശമില്ലാത്തവയാണ് സ്വർണവും വെള്ളിയും, ചെമ്പ്, ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അംശമില്ലാത്ത സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് എന്താണ്? ഇരുമ്പിന്റെ അംശം ഇല്ലാത്തവയാണ്. അതുപോലെ തന്നെ അലോഹധാതുക്കൾ പറയുവാണെങ്കിൽ എന്താണ്? ധാതു ഇന്ധനങ്ങൾ അല്ലെ? ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളും എന്താണ്? അലോഹധാതുക്കളാണ്. ധാതു ഇന്ധനങ്ങൾ, അതുപോലെ മറ്റു ധാതുക്കൾ. ഈ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? കൽക്കരിയും പെട്രോളിയം എന്താണ്? ധാതു ഇന്ധനമാണ്. കൽക്കരിയും പെട്രോളിയം ധാതു ഇന്ധനമാണ്. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ അഫ്രം എന്താ? മറ്റു ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഓക്കെ. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് തന്നെ എക്സാമിന് പോണം കേട്ടോ. അടുത്തത് പ്രധാന ഖനന മേഖലകൾ. അതുപോലെ ഓരോ ഖനന മേഖല തന്നിട്ട് ഏത് സംസ്ഥാനത്താണെന്ന് നമുക്ക് എക്സാമിന് നോർമലി ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാന ഖനന മേഖലകൾ ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാറും എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലെ? അതുപോലെ തന്നെ ജാർഖണ്ഡില് ഏതാണ് ഖനന മേഖലകൾ? സിംഗവും ദുർഗും ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ ഏതൊക്കെയാണ്? കർണാടകയില് ബെല്ലാരി, ചിക്മംഗലൂർ, ഷിമോഗ, ചിത്രദുർഗ്. അത് എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ തന്നെ ഗോവയിലെ പ്രധാന ഖനന മേഖലയാണ് മർമഗോവ. ഗോവയിലെ പ്രധാന ഖനന മേഖലയാണ് മർമഗോവ. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ പ്രധാന ഖനന മേഖലയാണ് സേലവും നീലഗിരിയും. എവിടെയാണ്? തമിഴ്നാട്ടിലെ പ്രധാന ഖനന മേഖലകളാണ് സേലം, നീലഗിരി. അപ്പോൾ പ്രധാന ഖനന മേഖലകൾ പറയുമ്പോൾ ഒഡീഷയിലെ സുന്ദർഗഡും മയൂർഭഞ്ചും ധാറും എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ ജാർഖണ്ഡിലെ സിംഗു ദുർഗും ജാർഖണ്ഡിലാണ്. കർണാടകയിലെ ബെല്ലാരി, ചിക്മംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ്. കർണാടകയിലെ ഗോവയിലാണെങ്കിൽ മർമഗോവ. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ സേലവും നീലഗിരിയും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇതും എല്ലാവരും തന്നെ CPO എക്സാം ഒക്കെ സ്വപ്നം കണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുമായിരിക്കും അല്ലെ? അപ്പൊ എല്ലാവർക്കും കുറെ പേർക്കൊക്കെ നല്ല ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് എക്സാം, എങ്ങനെയായിരിക്കും, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാഖിൽ സാറ് ഡിസംബർ 7-ാം തീയതി 7 മണിക്ക് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും സാറുമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ കയറി എന്ത് ചെയ്യുക? ഈ ഒരു QR കോഡ് കയറി രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന, പണ്ട് തൊട്ടേ ചോദിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക്
ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. നമുക്ക് ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് അല്ലെ. അത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. അതുപോലെ തന്നെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല, പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അത് എവിടെയാണ്? നമ്മുടെ കർണാടകയിലാണ് അല്ലെ, ഭദ്രാവതിയില് കർണാടകയിലാണ്. ഏതാണത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. പിന്നെ നമുക്ക് പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഭിലായി ആണ്. ഭിലായി ദുർഗ് ആണ് അല്ലെ, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. അതുപോലെ തന്നെ പിന്നെ 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ഏതാണ്? റൂർക്കേലയാണ്. അത് ഒഡീഷയിലാണ്, സുന്ദർഗഡിലെ ഒഡീഷയിലാണ്. പിന്നെ നമുക്ക് ചോദിക്കുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചത് ദുർഗാപൂർ ആണ്. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ് നമ്മുടെ ബൊക്കാറോ. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇരുമ്പുരുക്ക് ശാലകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത്രയെങ്കിലും നോക്കിയിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകണം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആയിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ വീണ്ടും വേറെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.